ജീവിക്കുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സംഭവങ്ങൾ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നത് മനുഷ്യൻ വാസ്തവത്തിൽ ഏറ്റവും വലിയ നിരാശയുടെ നടുവിൽ കൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കുവാൻ പോകുന്നു? ലോകത്തിന്റെ ഭാവി എന്താണ്? ലോക രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ നിരാശപ്പെടുന്നവരായ ആളുകളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ളത്. ഉന്നതന്മാരായ ഭരണകർത്താക്കളും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും ലോകത്തിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവപുത്രനായ കർത്താവ് പറഞ്ഞ വാക്ക് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടെ പരിഭ്രമമുണ്ടാകും. 2000 കൊല്ലം മുമ്പ് യേശു കർത്താവ് പറഞ്ഞത് ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ലോകജാതികൾ, ലോകരാജ്യങ്ങൾ, ഭരണകർത്താക്കൾ നിരാശയോടുകൂടെ പരിഭ്രമിക്കുന്ന ദിവസങ്ങളാണിത്. ഓടി നടക്കുകയാണ്. ലോകത്തിന്റെ ഭാവി ഭദ്രമാക്കുവാൻ വേണ്ടി അങ്ങും ലോക നേതാക്കൾ ഓടി നടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നടക്കുവാൻ പോകുന്നത്? ആ നിരാശയുടെ നടുവിൽ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ദൈവജനത്തെ ഓർപ്പിക്കുന്ന അനുഗ്രഹീതമായ വാചകങ്ങളുണ്ട്. ഞാൻ ഇന്ന് ആ ഭാഗത്തേക്ക് കടക്കാതെ ഏറ്റവും ലളിതമായ ചില സുവിശേഷങ്ങൾ, സത്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാനും ചുമക്കുവാനും വചനം കേൾക്കുവാനും കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അനവധി വാക്കുകൾ നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ടുള്ളതുണ്ട്. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ഒരേ വാചകത്തിൽ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ഒരേ വാചകത്തിൽ പറയുകയാണ്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ലോകത്തിൽ കേട്ടിട്ടുള്ളതിലേക്ക് മനോഹരമായ വാചകം, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ലോകത്തിൽ ആരും അത് പറഞ്ഞിട്ടില്ല. ലോക നേതാക്കന്മാർക്ക് പറയാൻ കഴിയുകയില്ല. ലോകത്തിലെ ഒരു മനുഷ്യനും അങ്ങനെ തന്റെ ഇടത്തോടെ പറയാൻ കഴിയുന്നവരായി ജനിച്ചിട്ടില്ല. ഈ ലോകത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാകുകയുമില്ല. എന്നാൽ ദൈവപുത്രനായ കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കലേക്ക് വരിക, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവര്, കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയും അവന്റെ വചനം കേൾക്കുകയും ചെയ്യുന്നവരാണ് വാസ്തവത്തിൽ ആശ്വാസമുള്ളവരെ. ലോകം പരിഭ്രമിക്കുമ്പോൾ, ലോകജാതികൾ നിരാശയോടെ വേദനപ്പെടുമ്പോൾ, നാളത്തെ ലോകത്തിന്റെ അവസ്ഥ എന്തെന്ന് ചിന്തിച്ചുകൊണ്ട് അനേകർ പരിഭ്രമിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നിരാശപ്പെടുന്ന മനുഷ്യൻ പാപത്തിന്റെ അടിത്തട്ടിൽ കഷ്ടപ്പെട് ആത്മീയമായ സമാധാനമില്ലാതെ വാസ്തവത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വെറുപ്പായി തോന്നത്തക്ക നിലയിൽ മനുഷ്യൻ നിരാശയോടെ കഴിയുമ്പോൾ ദൈവപുത്രൻ പറയുകയാണ്, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഭേദപുസ്തകത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗം എടുത്ത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചുരുക്കമായി ചില വാക്കുകൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കൊക്കെ അറിയാം, ഹോശാന ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു പ്രത്യേക ഞായറാഴ്ച ക്രൈസ്തവ ഗോളം കൊണ്ടാടുന്നുണ്ട്. എല്ലാ ക്രൈസ്തവരും അല്ലെങ്കിലും മിക്കവാറും ആഗോള ക്രൈസ്തവ ലോകം ഹോശാന ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് ആദരിക്കുകയും മാനിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഈ ഹോശാന ഞായറാഴ്ചയെ കുറിച്ച് ആ പേര് പറയുന്നില്ലെങ്കിലും സക്കറിയാ പ്രവാചകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് സിയോൻ പുത്രിയുടെ രാജാവ് കഴുതയുടെ മേൽ കയറിയവനായി യെരൂശലേമിലേക്ക് വരുമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സംഭവം നടന്നത് നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവ ആഴ്ചയുടെ 1-ാമത്തെ ദിവസത്തിലാണ്. അതൊക്കെ നമുക്ക് കുറിക്കൊള്ളുവാൻ മതിയായ കാര്യമാണ്. കർത്താവിന്റെ കഷ്ടാനുഭവ ആഴ്ചയുടെ
ആരംഭ ദിവസമാകുന്ന ഞായറാഴ്ചയാണ് വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് പ്രവചന നിവർത്തിയായി ആ നിലയിൽ കഴുതയുടെ മേൽ വാഹനേറിയവനായി യെരുശലേമിലേക്ക് വരുന്നത്. അത് അക്ഷരപ്രകാരം നടന്ന ഒരു കാര്യമാണ്. കർത്താവ് ചെയ്ത കാര്യം അക്ഷരപ്രകാരം നടന്നതാണ്. എന്നാൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക്, കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് അക്ഷരപ്രകാരം പോലെ തന്നെ ആത്മീകമായ അർത്ഥമുണ്ട്. സാദൃശ്യാർത്ഥപരമായ അനേക കാര്യങ്ങൾ കർത്താവിന്റെ പ്രവർത്തനങ്ങളിലുണ്ട്. നമ്മുടെ കർത്താവ് ആ ഞായറാഴ്ചയോടുള്ള ബന്ധത്തിൽ, ആ പ്രത്യേകമായ ദിവസത്തോടുള്ള ബന്ധത്തിൽ അക്ഷരപ്രകാരം തന്നെ പറഞ്ഞു, ഒരു ചെറിയ കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ കൊണ്ടുവരിക, എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വാക്കുകളൊന്ന് വായിച്ചേക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 28 മുതൽ. ഒലിവുമലയരികെ ബേത്ഫാഗയ്ക്കും ബദാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു. പ്രവചന നിവൃത്തിയായി നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണിത്. തന്റെ 2 ശിഷ്യന്മാരെ അയച്ച് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ. അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അടിച്ചുകൊണ്ട് വരേണം എന്ന് കർത്താവ് അവരോട് കൽപ്പിച്ചു. ആ വാക്ക് അക്ഷരീകമായ നിലയിൽ നിവർത്തപ്പെട്ടു എന്നതാണ് ആ ചരിത്ര സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആത്മീകമായി വളരെയേറെ അർത്ഥമുള്ള വാക്കുകൾ കൂടിയാണ്, ചരിത്ര സംഭവം കൂടിയാണ് അത്. എന്തുകൊണ്ടാണ് എനിക്കതിനെ കൊണ്ട് ആവശ്യമുള്ളത് കർത്താവ് പറഞ്ഞത്? സകലത്തിന്റെയും ഉടമസ്ഥനായ കർത്താവ് രാജാക്കന്മാർ കയറി വരുന്ന കുതിരകളും അതുപോലെ ലോകത്തിലെ സിംഹങ്ങളും മറ്റെല്ലാ മൃഗങ്ങളും അവൻ പറയുമെങ്കിൽ അവന്റെ അടുക്കലേക്ക് മുമ്പോട്ട് വരുവാൻ മടിക്കയില്ല. വലിയവനും സർവശക്തനുമായ ദൈവത്തിന്റെ മുമ്പാകെ യാതൊരു ജീവിയും ഒരിക്കലും മടിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ ചിലപ്പോൾ മടി കാണിച്ചാലും ശരി, കർത്താവ് സകല ജീവികളുടെ മേലും അധികാരമുള്ളവനാണ്. എന്നാൽ ആ കർത്താവ് പറയുകയാണ്, യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തിന്റെ സമയമായപ്പോൾ കർത്താവ് പറയുകയാണ്, പ്രവചനം നിവർത്തിയാകണം. അതിനെന്ത് വേണം? നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലണം. ആത്മീയമായി വളരെ സത്യമൊക്കെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് കൊടുത്ത ആ കൽപ്പന നമ്മുടെ ആത്മീക വേലയുടെ ഒരു കൽപ്പന കൂടിയാണ്. ഓരോ വിശ്വാസിയും ഓരോ ദൈവവൈദ്യരും കർത്താവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും കർത്താവ് പറയുന്ന കാര്യങ്ങൾ നിവർത്തിപ്പാൻ സന്നദ്ധരാകുകയും ചെയ്യണം. വില്യം കേറി ഇന്ത്യയിലേക്ക് വന്നത് അതുപോലെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തേക്ക് വന്നു. മറ്റനേക മിഷണറിമാർ വേലയ്ക്ക് വേണ്ടി വന്നത് ആ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുക. ആ ശിഷ്യന്മാര് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ കർത്താവ് അവരോട് പറഞ്ഞ വാക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ജീവികളിൽ വളരെ താണ ജീവിയാണ് കഴുതി എന്ന് നമുക്കറിയാം. വളരെ വളരെ അറിവില്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ ഒരു കഴുതയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ വളരെ താണ ഒരു ജീവിയാണ്. വിശുദ്ധ വേദപുസ്തക പ്രകാരം ദേവാലയത്തിലേക്ക് ചെല്ലുവാൻ അവകാശമില്ലാത്ത ഒരു ജീവിയാണ്. ദൈവത്തിന് യാഗം കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു ജീവിയാണ് കഴുത എന്ന് പറയുന്ന ജീവി. ഇത് സാദൃശ്യാർത്ഥപ്രകാരം ആ കഴുത വാസ്തവത്തിൽ കഴുതയുടെ കടിഞ്ഞൂലിനെ അതിനെ കഴുത്തൊടിച്ച് കൊന്നുകളയണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ കഴുതയ്ക്ക് അതിന് ജീവിക്കുവാൻ അവകാശമില്ല. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കുഞ്ഞാടിനെ അതിന് പകരമായി അർപ്പിച്ചെങ്കിൽ മാത്രമേ, കുഞ്ഞാടിന്റെ ജീവൻ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു കഴുതയുടെ കടിഞ്ഞൂലിന് ജീവിക്കാൻ അവകാശമുള്ളൂ. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കഴുത എന്ന് പറയുന്നതായ വർഗം മനുഷ്യവർഗത്തിന്റെ ഒരു ചിത്രമാണ്. ലോക മനുഷ്യന്റെ യഥാർത്ഥമായ ഒരു ചിത്രമാണ് ഈ കഴുത ചൂണ്ടിക്കാണിക്കുന്നത്. കഴുത്തൊടിച്ചു കളയപ്പെടേണ്ടതായ ആ കഴുത വാസ്തവത്തിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ഗുരുതരമായ ചിത്രമാണ്. പ്രിയപ്പെട്ടവരെ,
വേദപുസ്തകം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. പ്രബോധനം പിന്നെയും പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജന്മാവകാശം ആരുമാകട്ടെ, മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജന്മാവകാശം ഒരിക്കൽ മരിക്കണം, പിന്നെ ന്യായവിധി അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുമ്പാകെ അവന്റെ സ്ഥിതി ഏറ്റവും ബലഹീനവും ഏറ്റവും നിർഭാഗ്യകരമായ ഒന്നാണ്. കഴുത്തൊടിച്ച് കളയപ്പെടേണ്ട ആ കഴുതിയെ പോലെ അശുദ്ധ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ സന്തോഷിച്ച് പാപത്തിൽ മരിക്കേണ്ടി വരുന്ന മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർഭാഗ്യകരമായ കാര്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു പോയി, ന്യായവിധിക്ക് വിധേയരായി തീർന്നു പോയി, ദൈവകോപത്തിന് വിധേയരായി തീർന്നു പോയി. ഇന്ന് ലോകം സംഭവിക്കുന്ന സകല വൈഷമ്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മനുഷ്യൻ പാപിയായി തീർന്നു. രോഗത്തിന്റെയും കലഹത്തിന്റെയും യുദ്ധത്തിന്റെയും സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മനുഷ്യൻ ദൈവത്തിനു മുമ്പാകെ അവൻ പാപിയായി തീർന്നു. ദൈവത്തെ വിട്ട് അവൻ പാപത്തിന്റെ വഴികളിലേക്ക് പോകുവാനിട വന്നു. അവനെ വഞ്ചിച്ച സാത്താനാൽ ബന്ധിക്കപ്പെട്ടവനായി, സാത്താന്റെ അടിമത്തത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവനായി, സാത്താന്റെ ഇഷ്ടം നിവർത്തിക്കത്തക്കവണ്ണം പിശാചിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കത്തക്കവണ്ണം മനുഷ്യൻ ദൈവത്തെ വിട്ട് ദൂരേക്ക് പോയി, ദൈവത്തെ അവഗണിച്ചു പോയി, ദൈവത്തെ മാനിച്ചിട്ടില്ല. സൃഷ്ടാവായ ദൈവം, സകലത്തെ നിർമ്മിച്ചവനായ വലിയ ദൈവം തന്റെ ജീവന്റെ ഉടമസ്ഥാനവനാണെന്ന് അവന് കാണുവാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ കർത്താവ് ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നീതിമാന്മാരെ അല്ല, പാപികളെ രക്ഷിപ്പാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീതിമാന്മാരായി ഗണിക്കുന്നവരെ, നീതിമാന്മാരായി ഭാവിക്കുന്നവരെ, അവരെ തേടിയല്ല കർത്താവ് വന്നത്. ഞാൻ പാപിയാണ്, ഞാൻ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അംഗീകരിപ്പാനാണ് കർത്താവ് വന്നത്. അവൻ പറയുന്നത്, എന്റെ അടുക്കലേക്ക് വരിക, എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ പോകുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ പ്രത്യേകം കുറിക്കൊള്ളേണ്ടതാണ്. എന്നാണ് അവിടെ പറയുന്നത്, ഒരു കഴുത കുട്ടിയെ അവിടെ കെട്ടിയിരിക്കുന്നത് കാണും. പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എന്താണ്? അക്ഷരപ്രകാരം കെട്ടിയ കഴുതയാണ് അഴിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ആത്മീയമായ അർത്ഥം എന്താണ്? ആ കഴുത കെട്ടപ്പെട്ട കഴുതയാണ്. അതിന് സ്വാതന്ത്ര്യമില്ല, അതിന് തനിയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ബന്ധിക്കപ്പെട്ട കഴുതയാണ്. അതിന്റെ അടുക്കലേക്ക് ചെല്ലുക, നീ അതിന്റെ കെട്ടഴിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം എന്താണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്? മനുഷ്യൻ പാപത്തിന്റെ ബന്ധനം കയറിനാൽ ബന്ധിക്കപ്പെട്ടവനാണ്. പിശാചിന്റെ അടിമത്തത്തിൽ പിശാചിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ച് ദൈവവിരുദ്ധമായി ജീവിക്കുന്നവരാണ്. ഏത് മനുഷ്യനും സ്വതന്ത്രനെന്ന് പറയും, എനിക്ക് എന്തും കഴിവുണ്ടെന്ന് പറയും. പക്ഷെ ഏത് മനുഷ്യനും, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പിശാചിന്റെ അടിമത്തത്തിലാണ്. പിശാചിന്റെ കൽപ്പനയ്ക്ക് അവൻ എപ്പോഴും വിധേയപ്പെടുന്നവനാണ്. സ്വന്തമായിട്ട് ചിലതൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും കഴിയാതെ വണ്ണം പാപത്തിന്റെ പരീക്ഷകളാൽ അവൻ വീണുപോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ കഴുത കെട്ടപ്പെട്ടതാണ്. പ്രിയരേ, പാപജീവിതത്തിൽ തുടരുന്നവരും ദൈവപുത്രനെ അവഗണിച്ച്, ദൈവത്തെ അവഗണിച്ച് ജീവിക്കുന്നവരുമായ ആളുകൾ പാപത്തിന്റെ ബന്ധനത്താൽ കെട്ടപ്പെട്ടവരാണ്, പിശാചിനാൽ കെട്ടപ്പെട്ടവരാണ്. നാം ആഗ്രഹിക്കാത്ത പാപം ചെയ്തു പോകുന്നത് സാത്താൻ നമ്മെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ആ നിലയിലാണ് മനുഷ്യന്റെ ശരിയായ സ്ഥിതി. കർത്താവരോട് പറയുകയാണ്, ആ കെട്ടപ്പെട്ട കഴുതിയെ അഴിച്ചു കൊണ്ടുവരണം. നമുക്ക് ആ വാക്ക് പറയുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുമ്പോൾ കുറേയൂടെ വ്യക്തമായി ആ വാക്ക് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നത് തെരുവിൽ വാതുക്കൽ കെട്ടിയിരിക്കുന്ന കഴുത എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത് ഇൻ എ പ്ലേസ് വേർ ടു വേസ് മെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വഴി കൂടിയ ഒരു സ്ഥലത്താണ്
ഇരുവഴി കൂടിയ ഒരു സ്ഥലത്താണ് കെട്ടപ്പെട്ടു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണിത് കാണിക്കുന്നത്? ഇരുവഴി കൂടിയ ഒരു സ്ഥലം, ഒന്നുകിൽ സ്വർഗത്തിലേക്കുള്ള വഴി, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വഴി, ഒന്നുകിൽ രക്ഷയ്ക്കുള്ള വഴി, അല്ലെങ്കിൽ ശിക്ഷയ്ക്കുള്ള വഴി. ഇരുവഴി കൂടിയ ഒരു സ്ഥലത്താണ് മനുഷ്യൻ നിൽക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ രക്ഷകനെ അംഗീകരിക്കാം, രക്ഷകന്റെ അടുക്കലേക്ക് ചെല്ലാം. അതുകൊണ്ടാണ് അവൻ വിളിക്കുന്നത്, വരിക വരിക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഏതൊരു വ്യക്തിയെയും അംഗീകരിപ്പാൻ കർത്താവിന് മനസ്സുണ്ട്, അവനെ കൈക്കൊള്ളുവാൻ കർത്താവിന് മനസ്സുണ്ട്, അവന്റെ കെട്ടുകളെ അഴിപ്പാൻ കർത്താവിന് മനസ്സുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ സാത്താന്റെ കെട്ടുകളെ അഴിപ്പാനാണ് ദൈവപുത്രൻ വന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സാത്താനാൽ കെട്ടപ്പെട്ടവരെ, ആ ഇരുവഴി കൂടിയ സ്ഥലം എന്ന് പറഞ്ഞാലോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു അത്ഭുതമായ കാഴ്ചയുണ്ട്. എത്രയും വ്യക്തമായ കാഴ്ചയുണ്ട്. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ ഇടത്ത് ഭാഗത്തൊരു കള്ളൻ, വലത്തു ഭാഗത്തൊരു കള്ളൻ. ഏത് കള്ളനുമാകട്ടെ, ഒരുത്തൻ അവൻ തന്റെ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട്, അവൻ തന്റെ കൂട്ടുകാരനെ ശാസിച്ചുകൊണ്ട്, നാം ചെയ്യുന്നത് എന്താണ് നീ ചെയ്യുന്നത്? ഞാനും നീയും ഒരുപോലെ പാപികളാണ്, നാം പാപം ചെയ്തവരാണ്, നാം ഇതുപോലെ മരിക്കേണ്ടവരാണ്, ക്രൂശിക്കപ്പെടേണ്ടവരാണ്. പീലാത്തോസും റോമൻ ഗവൺമെന്റും നമ്മളെ കൊല്ലുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. അടുത്ത നിമിഷത്തിൽ അവൻ പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ ക്രൂശിൽ കിടക്കുന്ന യേശു മരിക്കും, താനും മരിക്കും, മറ്റേ കള്ളനും മരിക്കും. എന്നാൽ ആ കള്ളൻ പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്താണ് നിന്റെ സാരം? ഈ ക്രൂശിൽ മരിക്കുന്ന നീ ഇസ്രായേലിന്റെ മശിഹായാണ്. നീ ഇവിടെ മരിച്ചാലും നീ ഉയർത്തെഴുന്നേൽക്കും, നീ രാജ്യത്വം പ്രാപിക്കും, രാജാവായി വരും. അവന്റെ വിശ്വാസം, ദൈവത്തിനെ കുറിച്ചുള്ള വിശ്വാസം, അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കുവാൻ കൊണ്ടേറ്റു വരികയും ദൈവമനെ മരിച്ചോൾ നീ ഏൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് നീ അംഗീകരിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ കള്ളൻ എന്ത് ചെയ്തു? അവൻ യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ മരിക്കുന്നവനായ നീ ഉയർത്തെഴുന്നേൽക്കും, നീ രാജാവായി വരും. അത് മാത്രമല്ല, അവന്റെ അടുത്ത വിശ്വാസ വിഷയം, ആ വാക്കുകളെല്ലാം ഉണ്ട്. അടുത്ത വിശ്വാസ വിഷയം, എന്നെയും ഓർക്കണമേ. ഒരു പാപിയെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ദൈവപുത്രൻ. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പാപമോചനം കൊടുക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് ദൈവപുത്രനായ ക്രിസ്തു. ആ മഹാകള്ളൻ, ആ മഹാദുഷ്ടൻ അവൻ അനുദപിച്ച് പറയുന്നു, നീ വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. നമുക്കറിയാം, ആ നിമിഷത്തിൽ മറ്റൊന്നും പറയാതെ കർത്താവിനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും, ഞാനും മരിക്കും, നീയും മരിക്കും, നമ്മൾ രണ്ടുപേരും മരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ മരിച്ചാൽ നീ എന്നോടുകൂടെ ഇന്ന് പരദീസയിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച മഹാദുഷ്ടനായ കള്ളൻ, ദേശത്തേക്കും കൊള്ളരുതാത്തവൻ, തന്റെ പാപം ഏറ്റുപറഞ്ഞ് നാം കൊള്ളരുതാത്തവരാണെന്ന് സമ്മതിച്ചവൻ, അവന്റെ മാനസാന്തരം, അവന്റെ വിശ്വാസം, അവന്റെ അപേക്ഷ കർത്താവ് കൈക്കൊണ്ട് നിമിഷ നേരം കൊണ്ട് കർത്താവിന് പറയുന്നതാണ്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറയുന്ന ആ വാക്ക് നാം എല്ലായ്പ്പോഴും ഓർത്തിരിക്കുവാൻ കടപ്പെട്ട വാക്കാണ്. ഒരുവൻ കർത്താവിനെ കൈക്കൊണ്ടാൽ അവനെപ്പോൾ മരിച്ചാലും ശരി, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ എത്ര വലിയ പാപിയായാലും ശരി, എത്ര വലിയ ദുഷ്ടനായാലും ശരി, അവൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ തൽക്ഷണം കർത്താവ് അവനെ കൈക്കൊള്ളും, തൽക്ഷണം പാപമോചനം നൽകും, തൽക്ഷണം നിത്യജീവൻ നൽകും. അവൻ മരിച്ചാൽ തൽക്ഷണം അവനെ കർത്താവ് തന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. അവൻ വാസ്തവത്തിൽ തേജസ്സിന്റെ പങ്കാളിയായി, അനുഗ്രഹത്തിന്റെ പങ്കാളിയായി, നിത്യജീവന്റെ പങ്കാളിയായി നമ്മുടെ കർത്താവിനോട് പ്രവേശിപ്പാൻ ഇടവരും. അതാണ് കർത്താവിനോട് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇന്നിവിടെ പറയട്ടെ, ഞാനും നിങ്ങളും നമ്മുടെ പാപത്തെ ഓർത്ത് അനുഭവിച്ചുകൊണ്ട്, ഞാൻ മഹാഭാവിയാണ്, ഞാൻ കുറ്റക്കാരനാണ്,
ഞാൻ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്, ഞാൻ മരിക്കേണ്ടവനാണ്. അത് മാത്രം കൊണ്ട് തീരുകയില്ല, നിത്യ നരകത്തിലേക്ക് പോകേണ്ടവനാണ്, ന്യായവിധി അനുഭവിക്കേണ്ടവനാണ്. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് ആര് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമോ, ആര് കർത്താവേ മഹാഭാവിയായ എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, തൽക്ഷണം അവർക്ക് പാപമോചനം. അവൻ മരിച്ചാൽ ഇവിടെ കിടക്കയില്ല, 40 ദിവസം കിടക്കയില്ല, 1 കൊല്ലവും കിടക്കയില്ല, 3 ദിവസവും കിടക്കയില്ല. ഒരിക്കലും അവൻ ഇവിടെ അവന്റെ മൃതശരീരം ഇവിടെ കാണും, എവിടെങ്കിലും ഇട്ട് കാണും. അവന്റെ ആത്മാവ് കർത്താവിനോടുകൂടെ, കർത്താവിന്റെ സന്നിധിയിൽ എന്നോടുകൂടെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ഈ ഘട്ടത്തിൽ ഓർക്കും. താൻ പറഞ്ഞിട്ടുണ്ട്, വിട്ടു വിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഈ ലോകത്തിൽ പ്രസംഗിക്കുന്നതും അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ താൻ പറയുന്നത് അതിലൊക്കെ എനിക്ക് വലിയ കാംക്ഷയുള്ളത് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിക്കണം. ഈ ശരീരം ഒന്ന് വിടയണം, ഞാൻ മരിച്ചിട്ട് എന്റെ ആത്മാവ് കർത്താവിന്റെ അടുക്കലേക്ക് പോകണം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോൾ ഈ ശരീരത്തിൽ ആത്മാവ് പിരിയുമോ അപ്പോൾ ശരീരം വിടും, അപ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് പോകും. ഈ മർത്ത ശരീരം മരണത്തിനായിട്ട് ഏൽപ്പിക്കപ്പെടും. ഈ മർത്ത ശരീരം രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും ഒരുപക്ഷേ ഈ ഭൂമിയിൽ കല്ലറകൾ അടക്കപ്പെട്ടേക്കാം. പക്ഷേ നമ്മുടെ കർത്താവ് വളരെ വേഗത്തിൽ വരുവാൻ പോകുന്നു. അവൻ വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വചനം എത്രയോ വിലയേറിയ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. ഒരു പാപി, അശുദ്ധ പാപി, നഷ്ടപ്പെട്ട പാപി, പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവിലേക്ക് തിരിയുമെങ്കിൽ ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ഏവരെയും ശുദ്ധീകരിക്കും. കൊല്ലപ്പെടേണ്ടവരെ, കഴുത്തൊടിച്ച് കൊല്ലപ്പെടേണ്ട കഴുതിയപ്പലുകൾ വരാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് അവൻ മാനസാന്തരപ്പെടുമെങ്കിൽ, അവൻ രക്ഷിക്കപ്പെടുമെങ്കിൽ ആ നിമിഷത്തിൽ കർത്താവിനെ രക്ഷിക്കുന്നതിന് പാപമോചനം നൽകും. നമ്മുടെ കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ സ്നാപകൻ മരിച്ചു. മർക്കോസിന്റെ ശേഷം ആദ്യം നമ്മൾ വായിക്കുന്നത് അവിടെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എനിക്കത് വിശദീകരിക്കുവാൻ നിർവാഹമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടാൽ മതിയെന്നല്ല, കാലം തികഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്താണ് ജീവിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വേഗത്തിൽ നടക്കുവാൻ പോകുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, മാനസാന്തരം എന്ന് പറയുന്നത് ഒരു മാനസികമായ അവസ്ഥാവിശേഷമാണ്. മാനസികമായ ചലനമോ പ്രത്യേക താല്പര്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാനസാന്തരം ഉണ്ടായെന്ന് വരാം. അത് പോരാ. മാനസാന്തരപ്പെടുവാൻ പറയുമ്പോൾ ഒരു മാനസാന്തരം ഉണ്ടായാൽ പോരാ. കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് വിശദീകരിക്കാൻ നിർവാഹമില്ലെങ്കിൽ ഞാൻ വേഗം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമയുണ്ട്. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ദൈവരാജ്യത്തിന്റെ വിത്ത് കർത്താവ് വിതയ്ക്കുവാൻ പുറപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? വഴിയരികിൽ വീണു. അത് പക്ഷികൾ കൊണ്ടുപോയി, പ്രയോജനപ്പെട്ടില്ല. മാത്രമല്ല, പാറപ്പുറത്ത് വീണു. ആ പാറപ്പുറത്ത് വീണതിന് അതിന് ആഴമില്ല, വേരുണ്ടായി, പെട്ടെന്ന് ഉണങ്ങിപ്പോയി. പെരപ്പുറത്ത് പെടുന്ന പുല്ലുപോലെ അത് ഇല്ലാത്തതായി തീർന്നുപോയി. അത് വാസ്തവത്തിൽ അത് ഫലം കാണിച്ചില്ല, ഗുണപ്പെട്ടില്ല. ആ പാറമേൽ വീണത് ആഴത്തിലേക്ക് കയറി ഇറങ്ങി, അത് വാസ്തവത്തിൽ വേരൂന്നി രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. മൂന്നാമത് നമ്മുടെ കർത്താവ് പറഞ്ഞു, ചിലത് മുള്ളിനിടയിൽ വീണു. എന്താണ് അതിന്റെ അർത്ഥം? മുള്ളിനിടയിൽ വീണത് ആ നിലം ഒരിക്കലും നന്നായിട്ടില്ല. അവനൊരു ചലനമുണ്ടായി, അവനൊരു താല്പര്യമുണ്ടായി. ഹെരോദാവിനെ പോലെയാണ്. ഹെരോദാവിനെ ഫറവോന് വളരെ ഇഷ്ടമായിരുന്നു, അവൻ വളരെ താല്പര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ,
എന്നാൽ അതേ സമയത്ത് ഹെരോദാവിനെ പിരിയണം എന്ന് പറഞ്ഞ വാക്കവൻ ഇഷ്ടമായില്ല. അവൻ ഹെരോദാവും വേണം, യോഹന്നാൻ സ്നാപകനെ അവൻ ഹെരോദ്യ വേണം, അതുപോലെ യോഹന്നാൻ സ്നാപകൻ വേണം. ലോകത്തിൽ ഒരു വലിയ കൂട്ടം ആളുകൾ ഇങ്ങനെയാണ്. ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ചെറിയ മാനസാന്തരം ഉണ്ടാകും, ഒരു ചെറിയ കുലുക്കമുണ്ടാകും, ചിലപ്പോൾ കൈവെക്കേണ്ടി വരും. അതല്ല, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താണ് സുവിശേഷം? അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുയേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകാരൻ മരിച്ചടക്കപ്പെട്ടു, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാകുന്നു എന്റെ സുവിശേഷം. ക്രിസ്തു മരിച്ചത്, അവൻ ഉയർത്തത് വാസ്തവത്തിൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ദൈവപുത്രനായ കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പാപപരിഹാര ബലിയായി മരിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, മാനസാന്തരപ്പെട്ടവർ ഇളക്കമ്പൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. എഡിന്നൂർ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മാരാമണിൽ വന്നു അദ്ദേഹം പ്രസംഗിച്ചു. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാലിഫോർണിയയിൽ വലിയ ഉണർവ് യോഗം നടത്തുമ്പോൾ പല ആളുകളും എഴുന്നേറ്റ്, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചപ്പോൾ പിറ്റേ ദിവസവും ഞാൻ ആഹ്വാനം കൊടുത്തപ്പോൾ എഴുന്നേറ്റ്. അവരിൽ ചിലർ രക്ഷിക്കപ്പെട്ട് കാണും, ചിലർ രക്ഷിക്കപ്പെട്ടവരെ അല്ല. ഞാൻ ഒടുവിലത്തെ ദിവസം പ്രസംഗിച്ചപ്പോൾ അനേകർ എഴുന്നേറ്റ്. അതിലൊരാളിനെ ഞാൻ മുമ്പ് വന്ന സഹോദരൻ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ഭയങ്കരനായ ഒരു പാപിയാണ്. ഈ കാലിഫോർണിയയിലെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയൊരു അക്രമിയാണ്. ഞാൻ അനേകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് രഹസ്യമായിട്ട്. ഞാൻ മോഷണം നടത്തിയിട്ടുണ്ട്, ഞാൻ അന്യായം ചെയ്തിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൊള്ളില്ലാത്ത മനുഷ്യനാണ്. ഇപ്പോൾ അങ്ങ് പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ മാനസാന്തരപ്പെട്ടിരിക്കുന്നു എന്നവൻ. അടുത്തിരിക്കുന്ന ഒരാളുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ആ കൂട്ടത്തിൽ അയാൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നലെ രാത്രിയിലും ഇവിടെയുള്ള ഒരു നല്ല കടയുണ്ട്. ആ കടയുടെ പിൻഭാഗം കുത്തി തുറന്ന് ആ കടയിൽ ഒരു ചാക്ക് ഗോതമ്പുണ്ടായിരുന്നു. ആ ഗോതമ്പ് ഞാൻ എടുത്തോണ്ട് പോയതാണ്. അത്ര ഇന്നലെ രാത്രിയും മോഷ്ടിച്ച ഭയങ്കരനാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത കടയുടെ ഉടമസ്ഥൻ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, സാറ്, ഈ മനുഷ്യൻ പറഞ്ഞത് കുറെയൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്നലെ രാത്രി ഒരു കട തുറന്ന് ഒരു ചാക്ക് ഗോതമ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് അയാൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, അല്ല, ആ പറഞ്ഞത് ശരിയല്ല. അവിടെ ആകെപ്പാട് ഒരു ചാക്ക് ഗോതമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പകുതി അത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അരച്ചാക്ക് മാത്രമേ കൊണ്ടുപോയുള്ളൂ. എന്നാൽ ഒരു ചാക്കാണ് കൊണ്ടുപോയതെന്ന് അയാൾ പറഞ്ഞു. അത് സത്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റെഡ്ഡിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ശരി, ആ മനുഷ്യൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരു ചാക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് തിരികെ പോകുമ്പോൾ അവിടെ കയറി ആ ബാക്കി ഇരിക്കുന്നവിടെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് വിചാരിച്ചാണ് ഒരു ചാക്ക് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യം. അവൻ മാനസാന്തരപ്പെട്ടെന്നാണ് പറഞ്ഞത്, അവൻ മാറ്റമുണ്ടായെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവന്റെ മാറ്റമുണ്ടായെങ്കിൽ അവൻ എന്താണ് പറയേണ്ടത്? എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ഒരു ചാക്ക് കൊണ്ടുപോയി, അത് മുൻകൂർ ജാമ്യമെടുത്ത് തിരികെ പോകുമ്പോൾ ഞാൻ അത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞത്. എഡിനോർ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടയാളല്ല, നിങ്ങൾ സത്യസന്ധനല്ല, നിങ്ങൾ കൈ കാണിച്ചത് കൊണ്ടായില്ല. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സുവിശേഷം വിശ്വസിക്കണം, ദൈവത്തിന് നിങ്ങൾ കൈക്കൊള്ളണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ പുറമേയുള്ള കാഴ്ചപ്പാട് കൊണ്ട് യാതൊരു വിലയുമില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് നമുക്ക് പകരമായി യേശു ക്രിസ്തു കുരിശന്മേൽ മരിച്ചു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ ക്രിസ്തു
എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി വന്നപ്പോൾ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഈ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് എന്റെ പാപപരിഹാരത്തിനായിട്ടാണ്, എനിക്ക് രക്ഷ തരാനാണ്, എനിക്ക് നിത്യജീവൻ തരാനാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് സുവിശേഷം അംഗീകരിക്കണം. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ആ കുരിശിലെ കള്ളനെ പോലെ യേശുവേ നീ വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചതുപോലെ പറയുമെങ്കിൽ ആ നിമിഷത്തിൽ കർത്താവ് പറയും, മകളെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, മകളെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. നീ മരിക്കുമ്പോൾ നീ ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്, നിന്റെ ആത്മാവിനെ ഞാൻ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരും. അതാണ് രക്ഷാമാർഗം. പ്രിയപ്പെട്ടവരെ, എത്ര എത്ര തെളിവായ നിലയിലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. തന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ ഈ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാണ് കർത്താവ് പ്രസംഗം തുടങ്ങിയത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചോണം, ലൂക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ ഭാഗത്ത് കർത്താവ് ശിഷ്യന്മാരോട് യാത്ര വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ പറയുകയാണ്, ക്രിസ്തു കഷ്ടം അനുഭവിച്ച് മരിക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുകയും വേണം. ആദ്യം കർത്താവ് പറഞ്ഞത് മാനസാന്തരപ്പെടണം. ഒടുവിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് ക്രിസ്തു കഷ്ടം അനുഭവിച്ച് മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം. കഴിഞ്ഞ 78 കൊല്ലമായി കോട്ടയം കൺവെൻഷൻ തുടരെ ദൈവകൃപയാൽ ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് രക്ഷാമാർഗത്തെ കുറിച്ചും പറഞ്ഞു. കഴിഞ്ഞ 2000 കൊല്ലക്കാലമായി അപ്പോസ്തലന്മാരെ തുറന്നുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും മരണവും രക്ഷാമാർഗവും മാനസാന്തരത്തിന്റെ കാര്യവും ലോകമെല്ലാം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1 വർഷം കൂടെ ഈ കോട്ടയം പട്ടണത്തിന് ദൈവം ഈ കാര്യം ഓർക്കുവാൻ അവസരം തന്നിരിക്കുകയാണ്. മാനസാന്തരപ്പെടുക, സുവിശേഷം വിശ്വസിക്കുക. ഒരു മാനസികമായ ചലനമോ മാനസികമായ ഇളക്കമോ ഒച്ചപ്പാടുകളോ അല്ല, യഥാർത്ഥമായ മനംതിരിവുണ്ടായി ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ദൈവത്തിനെ കൈക്കൊള്ളണം. ദൈവവചനം അത് നല്ല നിലത്ത് വീണതായിരിക്കണം. അത് അഴുക്ക് മോശമായ നിലത്ത് വീണതാണെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടതല്ല. മാനസാന്തരം ഉണ്ടായി, ശരി, എന്നാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഞാൻ എന്റെ വാക്കുകൾ അതിൽ മുമ്പോട്ട് പോകാൻ പാടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് അവരോട് പറയുന്ന വാക്ക്, അടുത്ത വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കെട്ടപ്പെട്ട കഴുതിയെ കാണും, ഇരുവഴി കൂടിയ സ്ഥലത്ത് കാണും. എന്നാൽ കർത്താവ് പറഞ്ഞു, അതിനെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഒരു പാപി രക്ഷിക്കപ്പെട്ടാൽ, കെട്ടപ്പെട്ട കഴുത അഴിച്ചുവിടപ്പെട്ടാൽ അവനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിലോ ഏതെങ്കിലും പ്രത്യേക സംഘത്തിലോ അല്ല, എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. അതിനെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൈക്കൊള്ളുന്ന ദൈവമക്കൾ അവരവന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടവരാണ്. ചിലർ പറയുന്ന പോലെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു, ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കാം, നിങ്ങൾക്ക് പോകേണ്ടത് പോകാം, വരേണ്ടടുത്ത് വരാം, ഇഷ്ടം പോലെ ജീവിക്കാം. പാടില്ല, പാടില്ല. അവർ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ഒരു പാപി തന്റെ കെട്ടഴിക്കപ്പെട്ടാൽ, കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടണം. അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, യോനോസീമോസ് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് വേദപുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അവനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്, അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും വലിയൊരു പ്രയോജനമുള്ളവനാണ്. അതാണ് മാനസാന്തരത്തിന്റെ ഫലം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. ഒനേസിമോസ് ഒരു മോഷ്ടാവായിരുന്നു. തന്റെ യജമാനന്റെ വക മോഷ്ടിച്ചു, കബളിപ്പിച്ചു. അവൻ എവിടെയോ പോയി ജയിലിൽ അകപ്പെട്ടവനാണ്. അങ്ങനെയുള്ളവനോട് അവൻ പൗലോസ് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ട് ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടു പൗലോസിനൂടെ കാരാഗൃഹത്തിൽ കഴിഞ്ഞു. അവനൊരു ശുപാർശ കത്ത് കൊടുത്തുകൊണ്ട് എവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയോ അവന്റെ അടുക്കലേക്ക് ചെന്ന് ആ ഫിലമോനുമായി നിരപ്പ് പ്രാപിക്കുവാൻ അവനെ ഒരു ശുപാർശക്കത്തുമായി അയക്കുകയാണ്. അവന്റെ കാര്യമാണ് പൗലോസ് പറയുന്നത്.
അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ എനിക്കും നിനക്കും വളരെ പ്രയോജനമുള്ളവനാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ഒരു സൃഷ്ടിയാണ്. പുതുജനനം പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശിയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പാപി കർത്താവിന്റെ വചനം കേൾക്കുകയും സുവിശേഷം അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ യാതൊരു വിധമായ പ്രവൃത്തിയുമല്ല, കർത്താവിന്റെ നാമം വിളിച്ചുപേക്ഷിച്ചു എന്നുള്ള ഏക കാരണത്താൽ അവൻ എന്നേക്കുള്ള പാപമോചനം നൽകി. നാം ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. പ്രിയപ്പെട്ടവര്, ഇന്ത്യൻ പൗരന്മാരാണ് നാം. എന്നാൽ കർത്താവിനെ കൈക്കൊണ്ടു സ്വർഗത്തിലുള്ള ജനനം, പിതാവിൽ നിന്നുള്ള ജനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ നാം സ്വർഗീയ പൗരന്മാരാണ്. കർത്താവിനെ കൈക്കൊള്ളുന്ന നിമിഷത്തിൽ നമുക്ക് സ്വർഗീയ പൗരത്വം കിട്ടും. 1833 തോന്നുന്നു ബ്രിട്ടീഷുകാരെ അവര് അടിമത്തം വേണ്ട എന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്കൂടെ പറഞ്ഞു, ലോകത്തിലെ ഏത് രാജ്യത്തുപെട്ട ഒരടിമയായാലും ശരി, എത്ര പൈസ വാങ്ങിയവരാണെങ്കിലും ശരി, നിങ്ങളൊരു ബ്രിട്ടീഷ് കപ്പലിലോ ബ്രിട്ടീഷ് രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തോ എത്തിച്ചേർന്നാൽ നിങ്ങൾ യാതൊന്നും ചെയ്യണ്ട, സൗജന്യമായ ബ്രിട്ടീഷ് പൗരത്വം നിങ്ങൾക്ക് ആ നിമിഷത്തിൽ നൽകും. ബ്രിട്ടീഷ് ഗവൺമെന്റ് നിങ്ങൾക്ക് സകല പിന്തുണയും നൽകും. ഒരിക്കൽ ഫ്രാൻസിലെ മഹാരാജ്ഞി 5000 പവൻ കൊടുത്ത് വാങ്ങിയ തന്റെ ഒരടിമയുമായി ആ കപ്പൽ കാണാൻ, ബ്രിട്ടീഷ് കപ്പൽ കാണാൻ പോയി. അവിടെ കണ്ട് നടന്നു. നല്ല കാഴ്ചകളാണ്. ആ കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷിച്ചു. അപ്പോൾ ഒരു ബ്രിട്ടീഷുകാരൻ ആ അടിമയുടെ പുറകിൽ നിന്നുകൊണ്ട് മുമ്പിൽ പോകുന്ന രാജ്ഞിയെ മുമ്പോട്ട് പോവുകയാണ്. അവരോട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഒരു വലിയ നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരായാലും ശരി, എത്രമാത്രം വലിയ അടിമയായാലും ശരി, നീ ഇപ്പോൾ ആ വാക്ക് വിശ്വസിക്കുമെങ്കിൽ, ബ്രിട്ടീഷുകാരുടെ ആ വാക്ക് വിശ്വസിക്കുമെങ്കിൽ നീ ഇപ്പോൾ സ്വതന്ത്രനാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് അടിമയായി ഫ്രാൻസിലേക്ക് പോകാം. ഇല്ല, നീ പറഞ്ഞത് വിശ്വസിക്കുമെങ്കിൽ ഒന്നും ചെയ്യണ്ട. നീ കപ്പലിൽ നിൽക്കുമ്പോൾ ഒരു ബ്രിട്ടീഷ് പൗരനാണ്. നിനക്ക് വേണ്ടതെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്യും. അവൻ ഇത് കേട്ട് സന്തോഷിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഇനി അടിമയല്ല. ബ്രിട്ടീഷുകാരുടെ പ്രസ്താവന ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. അവൻ പറഞ്ഞ നിമിഷത്തിൽ അവൻ സ്വതന്ത്രനായി, ബ്രിട്ടീഷ് പൗരനായി. അല്പം സമയം കൂടെ അവൾ കടന്നേച്ച് ആ ഫ്രാൻസിലെ രാജ്ഞി പോകാൻ തുടങ്ങിയപ്പോൾ ഈ പ്രിയപ്പെട്ടവൻ രാജ്ഞിയോട് പറഞ്ഞു, നമസ്കാരം, ഞാനിപ്പോൾ ഒരു ബ്രിട്ടീഷ് പൗരനായി തീർന്നിരിക്കുന്നു. എന്താണ് നീ പറയുന്നത്? 5000 പവൻ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. നീ എന്താണ് ഈ പറയുന്നത്? നീ ബ്രിട്ടീഷ് പൗരനായോ? ഞാൻ വിശ്വസിക്കുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവരുടെ പ്രസ്താവനയാണ്, ആ കടലാസാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഒരാൾ വന്ന കപ്പലിൽ കയറിയാൽ, രാജ്യത്ത് പ്രവേശിച്ചാൽ അവൻ അപ്പോൾ തന്നെ സൗജന്യമായ പൗരത്വമുണ്ട്. ഞാനത് വിശ്വസിച്ച് ഞാൻ ബ്രിട്ടീഷ് പൗരനായിരിക്കുന്നു. ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. കപ്പൽക്കാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു. ഫ്രാൻസിലെ രാജ്ഞി പറഞ്ഞു, ഞാൻ 5000 പവൻ കൊടുത്ത് വാങ്ങിയ ആളാണ്, അവൻ എന്റെ കൂടെ വരാൻ പറയണം. അവർ ചോദിച്ചു, കപ്പലിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? ആ പരിപാടിയോട് ചോദിച്ചു, എന്താണ്, നീ ബ്രിട്ടീഷ് പൗരനാണോ? അവൻ പറഞ്ഞു, അതെ, ഞാൻ ബ്രിട്ടീഷ് പൗരനാണ്. നിങ്ങളുടെ രാജാവ് ബ്രിട്ടീഷുകാർ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ കപ്പലിൽ വന്ന് കയറിയാൽ അപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ അവരെ വിശ്വസിച്ച് എനിക്ക് ആ നിമിഷത്തിൽ വാസ്തവത്തിൽ പൗരത്വം കിട്ടി. കപ്പലിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, രാജ്ഞി, വളരെ സന്തോഷം. പക്ഷെ അവനിപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയമപ്രകാരം ആ വാക്കുകൾ വിശ്വസിച്ചു. അവനൊരു പൗരനാണ്. ഇനി അവൻ ഫ്രാൻസിലേക്കില്ല. അവൻ ഞങ്ങളുടെ പൗരനാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സകല ശക്തിയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സകല അധികാരവും അവന്റെ പൗരത്വത്തിന്റെ പിന്നിലുണ്ടായിരിക്കും. അവനെ ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. രാജ്ഞി വാസ്തവത്തിൽ സങ്കടത്തോടെ കടന്നുപോയി എന്നാണ് ചരിത്രം സംഭവിച്ച കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കുന്നത്, അവൻ ഒരു കാര്യവും ചെയ്തില്ല, അവൻ അധ്വാനവും ചെയ്തില്ല, അവൻ കുറച്ച് പണം കൊടുക്കാമെന്ന് വിചാരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തിന്റെ ആ ചാർട്ട് അവന്റെ കയ്യിലുണ്ട്. അതെടുത്തുകൊണ്ട്
ഞാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനം അംഗീകരിച്ചു, ഞാൻ പൗരനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് പൗരത്വം സൗജന്യമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കർത്താവായ യേശു അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അതേ നിമിഷത്തിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആര് കർത്താവായ യേശുവിനെ കൈക്കൊണ്ടുകൊണ്ട് അവന്റെ നാമത്തിൽ ശരണപ്പെടുമോ, യേശുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചേർത്തത് ജീവിക്കുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളകയില്ല എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ കൈക്കൊള്ളണമേ എന്ന് പറയുമെങ്കിൽ ആ നിമിഷത്തിൽ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം, ദൈവപുത്രത്വത്തിന്റെ പൗരത്വം, ദൈവരാജ്യത്തിന്റെ അവകാശം എത്ര ശ്രേഷ്ഠമായ അതിമനോഹരമായ അനുഭവമാണ്. ഒരു നിമിഷം കൊണ്ട് ഏത് പാപിക്കും ലഭിക്കും. അങ്ങനെയുള്ള കുറിച്ച് കഥ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഐ വിൽ ഗീവ് യു റെസ്റ്റ്, ഞാൻ നിനക്ക് വിശ്രാമം തരും. പിന്നെ അവിടെ പറയുന്നത്, എന്റെ ചുമട് ലഘുവും എന്റെ ഭാരമില്ലാത്തതുമാണ്. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ, പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഏറ്റവും വലിയ ഭാരമാകുന്ന പാപഭാരത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ആയിരങ്ങൾ ലോകത്തിലുണ്ട്, കോടാനുകോടികൾ ലോകത്തിലുണ്ട്. പാപഭാരം മാറിക്കിട്ടണം, എനിക്ക് പാപപരിഹാരം വേണം, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി നേർച്ച നേരുക, പുണ്യയാത്ര നടത്തുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവേൻ, എന്റെ ചുമട് ലഘുവാണ്, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ദൈവപുത്രനായ കർത്താവ് ഏത് പാപിയെയും വിളിക്കുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ 3 വാക്കാണ് എന്റെ അടുക്കലേക്ക് വരിക, കം അൺടു മീ, എന്റെ അടുക്കലേക്ക് വരിക. ഒരധ്വാനവുമില്ല, ദൈവപുത്രനെ കൈക്കൊള്ളുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവന്റെ അടുക്കലേക്ക് ചെല്ലുക. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ, പാപഭാരം ചുമക്കുന്ന പ്രിയപ്പെട്ടവരെ, അവന്റെ അടുക്കലേക്ക് ചെല്ലുക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി, അവന്റെ ചങ്കിലെ ചോരയാൽ നമ്മുടെ പാപത്തിന് മോചനം നൽകുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവ്, നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് മോറിയാമലയിൽ, മറുരൂപമലയിൽ അവിടെ തേജസ്കരിക്കപ്പെട്ടവനായി കാണുമ്പോൾ മോശയും ഏലിയാവും അവന്റെ അടുക്കൽ ചെന്ന് അവൻ സംഭവിക്കാനുള്ള മരണത്തെ കുറിച്ച് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അല്പം കഴിഞ്ഞപ്പോൾ പത്രോസ് വളരെ സന്തോഷത്തോടെ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. പത്രോസ് പറയുന്നു, 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. സ്വർഗത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല, മൗനമായിരിക്കാൻ കഴിയുന്നില്ല. സ്വർഗം തുറന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. മോശയ്ക്കും ഏലിയാവിനും തുല്യനല്ലവൻ, അവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ അവങ്കൽ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മോശയും ഏലിയാവും അവർക്ക് കൊടുത്ത ശുശ്രൂഷ നിവർത്തിച്ചു. പക്ഷേ നമ്മുടെ കർത്താവ് മോശയെ പോലും ഏലിയാവിനെ പോലെയുമല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ തക്കവണ്ണം പിതാവിനോട് യാത്ര പറഞ്ഞ്, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ, മറിയാമിൽ ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച ദൈവപുത്രൻ. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശന്മേൽ മരിച്ച ദൈവപുത്രൻ ആരെ അവന്റെ അടുക്കലേക്ക് ചെല്ലുമോ രക്ഷിപ്പാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റാരും രക്ഷിക്കയില്ല. മോശ രക്ഷിക്കയില്ല, ഏലിയാവ് രക്ഷിക്കയില്ല, ലോകത്തിൽ ആരും രക്ഷിക്കയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ യാതൊരു നാമവുമില്ല. പത്രോസ്ലീഹ എത്രയോ ശക്തിയായിട്ടാണ് ഇത് പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, എനിക്ക് രക്ഷിപ്പാൻ കഴിയുകയില്ല, എന്റെ പിന്നാലെയുള്ളവർക്ക് രക്ഷിപ്പാൻ കഴിയുകയില്ല, എന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് രക്ഷിപ്പാൻ കഴിയുകയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ യാതൊരു നാമവുമില്ല. നമ്മുടെ കർത്താവ് എത്രയോ ശക്തിയായി പറഞ്ഞു, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, പാപികളെ രക്ഷിപ്പാമെന്ന് കർത്താവ് പറയുകയാണ്. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? പത്രോസിനോട് സ്വർഗം പറയുന്നത് എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ദൈവപുത്രന് ചെവി കൊടുക്കുവീൻ, അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവീൻ, അവന് ചെവി കൊടുക്കുവീൻ. എത്ര വലിയ വാക്കുകളാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അടുക്കലേക്ക് വരുന്നവരെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളകയില്ല. അനുഗ്രഹീതനായ ദൈവപുത്രൻ അവന്റെ വാക്കുകൾ അംഗീകരിക്കുമോ? അവനെ കൈക്കൊള്ളുമോ? അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമോ? പാപമോചനത്തിന് വേണ്ടി ഈ കർത്താവിൽ ശരണപ്പെടുമോ? നമ്മുടെ കർത്താവ് വേഗം വരാൻ പോകുന്നു. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ ഒടുവിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി സ്വർഗത്തിലിരിക്കുന്നു. എന്നാൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വേഗം വരാൻ പോകുന്നു. നമ്മുടെ കർത്താവ് വേഗം വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരെ അംഗീകരിപ്പാൻ, പ്രിയപ്പെട്ടവരെ, അവരെ കൈക്കൊള്ളുവാൻ. ആരാണ് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ? ദൈവപുത്രന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, വിശ്വാസികൾ, അവരാണ് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവേറ്റപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികൾ അവന്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് വിലയേറിയ വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തെ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവരെ അവർ മണ്ണിൽ ഉറങ്ങുന്നെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ ഇറങ്ങി വരുമ്പോൾ, ഇവിടെ കരേറി വരുവീനെന്ന് പറയുമ്പോൾ, കല്ലറകളിലുള്ള മരിച്ചവരെ, ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരെ അതേ നിമിഷത്തിൽ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ബ്രദറുകാരനോ, രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കോസുകാരനോ, രക്ഷിക്കപ്പെടാത്ത മാർത്തമാക്കാരനോ, രക്ഷിക്കപ്പെടാത്ത ഏത് കാരനോ കർത്താവ് വരുമ്പോൾ അവർ മരിച്ചവരാണെങ്കിൽ ഉയർക്കയില്ല. മരിച്ചവരാണെങ്കിൽ ഉയർക്കയില്ല. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് മാറ്റപ്പെടും. അതാണ് ദൈവജനത്തിന്റെ ഭാഗ്യകരമായ പദവി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആ കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. കഴുത തന്റെ അടുക്കലേക്ക് വന്നു. മനോഹരമായ ശിഷ്യന്മാരുടെ വസ്ത്രം ധരിച്ച് ആ കഴുത വാസ്തവത്തിൽ തേജസ്കരിക്കപ്പെട്ട ഒരു കഴുതയായി, ദൈവ തേജസ് ഒടുക്കുന്ന കഴുതയായി ശിഷ്യന്മാരുടെ വസ്ത്രം ധരിച്ചു അവർ നടന്നുപോയ വഴി കുരുത്തോലകൾ കൊണ്ട് ആ റോഡ് ഏറ്റവും മനോഹരമായി. കർത്താവിന്റെ അടുക്കലേക്ക് ഒരു വായ്പയിൽ ചെന്നാൽ അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ട്, അവന് സംരക്ഷണമുണ്ട്, അവൻ അനുഗ്രഹമുണ്ട്, അവന്റെ ജീവിതത്തിന് പുതുക്കമുണ്ട്. ആ കഴുത ഇതുവരെയും ഒരിക്കലും ആ ദേവാലയത്തിലേക്ക് കയറിയിട്ടില്ലാത്ത അനേക കഴുതകളുടെ മധ്യത്തിൽ
ദൈവപുത്രനെ ചുമന്നുകൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് നടന്നു പോകുന്നു. എത്ര മനോഹരമായ കാഴ്ച, എത്ര വലിയ കാഴ്ച! ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് കർത്താവിനോടുകൂടെ നാം വായിക്കുന്നുണ്ട്, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ട്. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കർത്താവിൽ ബലം കണ്ടെത്തിയവരെ